ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പിൽ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വീട്ടിലോട്ട് വരികയാണ്. പോലീസ് വരുന്നതറിഞ്ഞ രോഹിത്ത് പിൻവാതിൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർ അവനെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം SI ബാലചന്ദ്രൻ്റെയും അലീനയുടെയും പ്രസൻസിൽ തന്നെ അവനെ അവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ചെയ്ത കുറ്റം എന്താണെന്ന് SIയോട് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവൻ്റെ 3 സുഹൃത്തുക്കളും ചേർന്ന് ഗ്രൂപ്പ് റേപ്പ് ചെയ്ത് ആ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ പെട്ടെന്ന് ഷോക്കാവുകയാണ്. അപ്പോഴും പറയടാ, നീ ആ കുട്ടിയെ എന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ മുമ്പിലിട്ട് രോഹിതിനെ തല്ലുന്നുണ്ട്. ഇതെല്ലാം ബാലേന്ദ്രൻ കണ്ട് കരയുകയാണ്. അതിനുശേഷം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാർ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് രോഹിത്ത് പോലീസുകാരടുത്ത് പറയുന്നത്. നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ, നിൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിശങ്കർ ഉൾപ്പെടെ ബാക്കി ജോമോനും ഉൾപ്പെടെ ഉള്ളവരെ വണ്ടി നിറയിക്കൊണ്ട് വരുന്നത്. അവരുടെ പ്രസൻസിൽ നിർത്തി ചോദിക്കും. അപ്പോൾ ഒരിക്കലും അവർ പറയത്തില്ല രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് മാത്രമാണ് പറയുന്നത്. ഹരിയെ കാണുന്ന ബാലചന്ദ്രനും അലീനയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം പലതവണ അലീനയും ബാലേന്ദ്രനും രോഹിതിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുസെറ്റ് നിന്നെ ജയിലിൽ കൊണ്ട് എത്തിക്കുന്നു. അതുപോലെ തന്നെ അവൻ ജയിലിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം രോഹിതിനെയും കൂട്ടുപ്രതികളെയും നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ബാക്കി ചോദ്യം ചെയ്ത് സ്റ്റേഷനിൽ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് SI ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. അത് കാണുന്ന അലീനയും ബാലേന്ദ്രനും ഭയങ്കര വിഷമാവുന്നുണ്ട്. ബാലേന്ദ്രൻ അവിടെ തന്നെ കൊഴിഞ്ഞു വീഴുകയാണ്. പെട്ടെന്ന് ബാലചന്ദ്രനെ അലീന ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം മനുഷ്യനെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. കേൾക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവുകയാണ്. കാരണം ഇങ്ങനെ ഒരു ക്രൂരകൃത്യം, പ്രത്യേകിച്ച് 17 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഇവന്മാർ ചെയ്യുമെന്നുള്ള കാര്യം ആരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും ചോദ്യം ചെയ്യുമ്പോഴും രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ബാലേന്ദ്രനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. ആ സമയത്ത് വരെ രോഹിത്ത് ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല, അവൻ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാരും തെറ്റ് ചെയ്തെന്ന് പറയത്തില്ല മോളെ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ മിണ്ടാതിരിക്കത്തില്ലെന്ന് പറയും. അവൻ തെറ്റ് ചെയ്തിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ രക്ഷിക്കണം വെച്ചാൽ ഇതിനെല്ലാം കാരണം ആ ഹരിയുടെ ഒരൊറ്റ ഇതുകൊണ്ടായിരിക്കും അവൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നതെന്ന് പറയും. അപ്പം അവർ തമ്മിൽ രോഹിതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. സ്വന്തം അനുജനെ രക്ഷിക്കാനായിട്ട് അലീന എന്ത് ത്യാഗത്തിനും തയ്യാറാവും. ഏത് വിധേനയും രോഹിതിനെ ജയിലിൽ നിറക്കാനായിട്ട് അലീന ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.